ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷും നിതീഷും എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ മൊബൈലിൽ എന്തൊക്കെയോ നോക്കി തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി വരുന്നുണ്ട് കേട്ടോ. നിധി പെട്ടെന്ന് കുളിക്കാനൊക്കെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. നിധിയോട് ചോദിക്കും, സുമേഷ് ഓടി വന്ന് ചോദിക്കുകയാണ്, മോളെ എന്താ, അല്ല എനിക്ക് രാവിലെ പോകണമല്ലോ ജോലിക്ക്, അതെന്താ നിനക്ക് ഇത്ര മടി? ഏയ് മടിയല്ല, 3-4 ദിവസം ടൂറൊക്കെ പോയിട്ട് വന്നതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇന്നലെയാണെങ്കിൽ ശരിക്ക് ഉറങ്ങിയത്, ഇത്രയും ദിവസം ഉറങ്ങിയില്ലല്ലോ, അതെന്താ? അല്ല, ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഉറക്കം വന്നത്. എന്തായാലും ഞാൻ പോവാൻ റെഡിയാകട്ടെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയാക്കാം മോളേന്നും പറഞ്ഞു സുമേഷും. അവർ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സുധീഷ് ഹരീഷിനോടും നികേഷിനോടും പറയാണ്, കണ്ടടാ അവൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നാ? എന്ത്? അവൾക്ക് ഈ വീട്ടിൽ വന്നപ്പോഴാണ് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞതെന്ന്, അവൾക്ക് ഇവിടെയാ ഇഷ്ടം, അതാ അതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ഹരീഷ് പറയാളെ, അങ്ങനെ ചിന്തിക്കണ്ട, ചിലപ്പോൾ അവിടെ കൊതുകടി കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഒന്ന് പോടാ എണീറ്റെന്നും പറഞ്ഞ് അവരങ്ങനെ കളിയാക്കാട്ടോ. കുറേ സമയം കഴിഞ്ഞ് അവർ എല്ലാവരും പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുകയാണ്. നിതീഷാണെങ്കിൽ കോളേജിൽ പോകാൻ ഇറങ്ങുന്നുണ്ട്, നിധി പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ദേ മുറ്റത്തൊരു കാറ് വന്നിരിക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ സുധീഷിനും കൂടി ദേഷ്യം വരാൻ തുടങ്ങി. സിദ്ധാർത്ഥാണ് കേട്ടോ. എന്നാലും ഓടിപ്പോയി പരിചയപ്പെടുന്നുണ്ട്. സിദ്ധാർത്ഥ്, എന്താ നിങ്ങളെന്താ ഇവിടെ വന്നേ? അല്ല, നിധി ഉണ്ടോ? ഉണ്ട്, 2 ദിവസം ലീവായിരുന്നേ ഓഫീസിൽ. അതെ, അവളെ ലീവ് പറഞ്ഞതല്ലേ? പറഞ്ഞു, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അല്ല, ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടല്ലോ നിധി, പിന്നെന്താ? അതൊക്കെ ശരിയാ. അല്ല, നിധിക്ക് പിന്നെ വേറെ എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഞാനൊന്ന് കണ്ടിട്ട് പൊക്കോളാം. അത് ശരി. അങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ അയാൾ. സിദ്ധാർത്ഥിനെ കണ്ടുകൊണ്ടേ ചായ എടുക്കാനും കോഫി എടുക്കാനും ഇരിക്കാൻ കസേര ഇട്ട് കൊടുക്കാനും ഒക്കെ റെഡിയായി നിൽപ്പുണ്ട് സുമേഷ്. അത് കാണുമ്പോൾ നമ്മുടെ സുധീഷിന് നല്ല ദേഷ്യം പറഞ്ഞുകൊണ്ട്, ഇയാളത് എന്താ ഇത്? അപ്പോഴാണ് നിധി വരുന്നത്. അയ്യോ, ഇതാരാ? സിദ്ധാർത്ഥോ? എന്തിനാ ഇവിടെ ഇപ്പം വന്നത്? അല്ല, ഞാൻ നിധിയെ ഒന്ന് അതെന്തിനാ? ഞാൻ ലീവ് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ. അത് ശരി, അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. അല്ല, ഞാൻ വന്നത് കുഴപ്പമായോ? ഒന്നുമില്ല. അങ്ങനെ ചായയൊക്കെ കൊണ്ട് സുമേഷ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. സുധീഷിനാണെങ്കിൽ ദേഷ്യം വന്നു തുടങ്ങി. നിധിയും സിദ്ധാർത്ഥുമായിട്ട് ഭയങ്കര സംസാരം, വിശേഷങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സുധീഷിൻ്റെ കൺട്രോൾ അങ്ങ് തെറ്റാണ്. ഇയാൾക്ക് എന്താ ഇത്രയ്ക്ക് അവളോട് പറയാനായിട്ട്? അങ്ങനെ പെട്ടെന്ന് തന്നെ സുധീഷിൻ്റെ സ്വഭാവം അങ്ങ് മാറിയിട്ട്, ചായ കുടിച്ചോടാ, കുടിച്ച് ക്ലാസ് ഇങ്ങോട്ട് എടുക്കുമെന്നും പറഞ്ഞ് പിടിച്ച് വാങ്ങാണ്. കുറേ സമയമായല്ലോ നിധിയോട് സംസാരിക്കുന്നത്. നിധി ലീവ് പറഞ്ഞിട്ട് ലീവ് തന്നിട്ടാണ് അവൾ പോയത്. പിന്നെയും ലീവ് എടുത്തൊരു സ്റ്റാഫിൻ്റെ വീട്ടിൽ അന്വേഷിച്ച് വരേണ്ട കാര്യം എന്താടാ? കുറേ നേരമായിട്ട് നീ വള ചലിക്കുന്നുണ്ടല്ലോ, എന്താണ് നിൻ്റെ ഉദ്ദേശം? ഉടനെ ബാക്കി എല്ലാവരോടും എന്താ മിണ്ടാതിരിക്കുക, എന്താ ഇങ്ങനെയാണോ വന്നവരോട് സംസാരിക്കേണ്ടത്? സുമേഷേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക. നിധി മിണ്ടാതിരുന്നോ, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ശരി, നിനക്കപ്പോൾ ലീവ് എടുത്ത് വീട്ടിൽ എല്ലാ പെണ്ണുങ്ങളെ വീട്ടിലും നീ പോയി അന്വേഷിക്കോടാ എന്നും പറഞ്ഞ് ആടി തുടങ്ങിയിട്ടോ അങ്ങോട്ട്. എന്നിട്ട് കസേര എടുത്ത് മാറി സിദ്ധാർത്ഥിൻ്റെ തലയ്ക്ക് അടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നിധി സുധീഷ് എന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ചിന്ത വരുന്നത്, ഇത്രയും അവിടെ ഇരുന്നിട്ട് ആലോചിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആ ദേഷ്യം നമ്മൾ സുധീഷിനുണ്ടേ. അപ്പം സുധീഷ് എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുകയും ചെയ്യാണ്. സുമേഷ് ചോദിക്കുന്നുണ്ട്, ഇവന് എന്ത് പറ്റി? നീ എന്തിനാടാ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കണേ? ഒന്നുമില്ല, അത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥ് അങ്ങനെ പോവാൻ നേരത്ത് പറയാം, ഞാൻ ഓഫീസിലേക്കാണ്, നിധി കൂടെ വരുന്നുണ്ടോ? എന്നാൽ ഞാൻ അവിടെ ഇറക്കാം. അയ്യോ വേണ്ട, ഞാൻ പിന്നീട് പോന്നോളാം. ഇല്ല, ഞാനും അങ്ങോട്ട് പോവേല്ലേ, വന്നോ, നമുക്ക് ഒരുമിച്ച് പോവാം. പെട്ടെന്ന് സുധീഷ് പറയാം, അതെ സിദ്ധാർത്ഥ, നിങ്ങൾ പൊക്കോ, ഞങ്ങളെല്ലാവരും കൂടെ സാറിന് ഒരുമിച്ചാണ് ഇറങ്ങാറ്, ഞങ്ങൾ അങ്ങനെ അങ്ങ് ഇറങ്ങിക്കോളാം. എന്നാൽ ശരി എന്നും പറഞ്ഞാൽ ഇളങ്ങ് പോവാം കേട്ടോ. അത് കഴിഞ്ഞ് സുധീഷാണെങ്കിൽ ദേഷ്യം, ഇവൻ്റെ കയ്യിലിരിപ്പ് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? എന്ത് മനസ്സിലാവാൻ? പിന്നെ വീട്ടിലിരിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, നിധി ലീവ് എടുത്തല്ലേ പോയത്, പിന്നെ എന്തിനാ ഇവൻ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നത്? അതിപ്പോൾ അയാൾ പറഞ്ഞല്ലോ, എന്തോ അസുഖമാണോ അങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കാൻ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെ വീട്ടിൽ ഇവൻ പോവോ? പിന്നെ ഞാനിന്ന് ശരിയാക്കും. എടാ നീ മിണ്ടാതിരിക്കുക. അപ്പം നിധി ഇതൊന്നും കണക്കാക്കാതെ നിധി പോവാട്ടോ. സുധീഷിന് ജോലിയും കൂലി ഇല്ലല്ലോ. നികേഷും നിധിയും കൂടെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ്. ആ സമയത്ത് തൊട്ട് പിറകെ സുധീഷും ഉണ്ട് കേട്ടോ കൂട്ടിന്. സ്റ്റോപ്പ് വരെ ഇവരെ കൂടെ രസത്തിന് നിധിയുടെ കൂടെ പോകാമല്ലോ. നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് വരുന്നത്? ഞങ്ങൾക്ക് പോകാനൊക്കെ അറിയാം. അതിനെന്താ നിധി, ഇപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ തന്നെയല്ലോ. അങ്ങനെ അവർ കാര്യങ്ങളും കഥകളും കുശലങ്ങളൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്. നിതീഷിനാണെങ്കിൽ ആകെ ഒരു പരവേശം, ദിവസവും കാണുന്ന പെൺകുട്ടിയെ കാണുന്നില്ല. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, വന്നില്ലല്ലോ ഞാൻ. ആര്? അപ്പോഴാണ് നിധി പറയുന്നത് കേട്ടോ, ദിവസവും നികേഷിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരാൾ വരാറുണ്ട്. ആണാടാ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിനക്ക്? ഉണ്ട്. എന്നാൽ ഞാനത് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് സുധീഷ്. അപ്പോഴാണ് ആ പെൺകുട്ടിയും കൂട്ടുകാരും കൂടെ ദൂരേന്ന് വരികയാണ്.
അപ്പം തന്നെ നികേഷിൻ്റെ മുഖമൊക്കെ മാറി കേട്ടോ. അത് സുധീഷ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, ആ 2 പെൺകുട്ടികളിൽ ആരാടാ? വെള്ള ഷോളിട്ടതാണോ ചുമന്ന ഡ്രസ്സ് ഇട്ടിരിക്കണമെന്നോ? അത് ചുവപ്പാ. ആ കൊള്ളാമല്ലോ. പക്ഷേ എന്നും ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്ന കുട്ടി അന്ന് ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഒരു ഓട്ടോ വരുന്നു, ഓട്ടോയിൽ കൈ കാണിച്ച് കയറി പോവുക കേട്ടോ. അപ്പോൾ നിതീഷിൻ്റെ മുഖം വല്ലാണ്ടായി. അതുപോലെ സുധീഷും നിധിയും ചോദിക്കുന്നുണ്ട്, അതെന്തേ ആ പെൺകുട്ടി വന്നോടനെ ഓട്ടോ പിടിച്ച് പോയല്ലോ നികേഷ്, എന്തു പറ്റി? പക്ഷേ ഒരു നിരാശയോടെ നിതീഷ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഓട്ടോയ്ക്ക് അകത്തിരുന്നുകൊണ്ട് പെൺകുട്ടി തലയിട്ട് നികേഷിനെ ഒന്നുകൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അവന് സമാധാനമായി. അപ്പോൾ നികേഷ് ഇവരോട് പറയാം, അതെ അവളെ എന്നെ തന്നെ കാണാൻ വന്നതാ, അവളെ എന്നെ നോക്കി ഓട്ടോയ്ക്കകത്തുനിന്ന്. അത് നിങ്ങളെന്തേ കാണാത്തത്? എടാ ഞാനൊരു കാര്യം പറയാം, പിന്നെ ഇങ്ങനെ നടന്നാൽ പോരാ, അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് ഇടിച്ച് കയറി മിണ്ടണം, വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. അപ്പോൾ നിധി ചോദിക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് അവനെ പറഞ്ഞു കൊടുക്കുന്നത്? പിന്നല്ലാണ്ട് നല്ല കാര്യമല്ലേ പറഞ്ഞു കൊടുത്തത്, അവനറിയില്ലെങ്കിൽ അറിയാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നീതു ആണെങ്കിലേ സുമേഷ് ജോലിക്ക് പോകുന്ന വഴിയിൽ കാത്ത് നിൽപ്പുണ്ട്. സുമേഷിനെ വിളിക്കുകയാണ്, എന്താ മോളെ എന്താ കാര്യം ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ചിലത് പറയാനുണ്ട്, സുമേഷൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ല മോള് പറഞ്ഞോ, എൻ്റെയും ഹരീഷിൻ്റെയും കാര്യമൊക്കെ അറിയാമല്ലോ, ഇപ്പം നടന്ന സംഭവം. അറിഞ്ഞ് എന്നാൽ ഇത്രയും വലിയൊരു കള്ളത്തരം നീ പറഞ്ഞല്ലോ, പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്, എനിക്ക് അറിയാലോ ഹരീഷിന് എനിക്ക് ജീവനാണ്, എന്ത് വന്നാലും ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല അതിന് ഇപ്പം തന്നെ നിങ്ങളില്ലാത്ത സമയത്ത് എന്നെ ബലമായിട്ട് പിടിച്ച് കെട്ടിക്കാൻ നോക്കി, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കള്ളത്തരം എനിക്ക് പറയേണ്ടി വന്ന സുമേഷ് ഏട്ടാ. പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സുമേഷ് ഏട്ട എത്രയും വേഗം ഒരു വിവാഹം കഴിക്കണം. ഞാനോ? കഴിച്ചാലേ നമ്മുടെ വിവാഹം നടക്കും, അതിന് ഞാൻ കഴിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയല്ല, ഇത് വീട്ടിലെ നിർബന്ധപ്രകാരം എങ്ങനെയെങ്കിലും എനിക്ക് ഹരീഷിനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അവരുടെ അടിയും ഇടിയും കൊണ്ട് എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ഹരീഷ് എന്നെ പറഞ്ഞു വിടുക ചെയ്തത്. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ, സുമേഷ് ഏട്ടനെ വിവാഹം കഴിയാതെ എന്നെ അവൻ കല്യാണം കഴിക്കത്തില്ലെന്നാ. അത്രയ്ക്ക് ജീവനാണ് സുമേഷ് ഏട്ടനെ ഹരീഷിന്. അതുകൊണ്ട് സുമേഷ് ഏട്ടനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യവും ക്ലിയറായി പോവുമായിരുന്നു. ഇത്രയും വേഗം നല്ലൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ചൂടെ? അയ്യോ അതേപ്പം ഞാൻ കല്യാണം കഴിക്കണ്ടല്ലോ മോളെ, ഞാൻ വേണമെങ്കിൽ ഹരീഷിനോട് സംസാരിക്കാം. അയ്യോ അത് വേണ്ട, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവ എന്നെ ഉപേക്ഷിക്കാൻ പോലും മടി കാണിക്കത്തില്ല, അതാ കാര്യം. അത് ശരി, അപ്പം അങ്ങനെയാണല്ലേ? അതെ, എനിക്കിനി വീട്ടിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, എത്രയും വേഗം ഹരീഷിനോട് എനിക്ക് കല്യാണം കഴിച്ചാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ അവർ വേറെ ആർക്കെങ്കിലും പിടിച്ച് കെട്ടിച്ച് കൊടുക്കും. അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഒന്നും സമ്മതിക്കില്ല, ചത്താലും ഞാൻ സമ്മതിക്കില്ല സുമേഷ് ഏട്ടാ. അതിനൊരൊറ്റ വഴിയുള്ളൂ, സുമേഷ് ഏട്ടനൊരു കല്യാണം കഴിക്കണം. അപ്പോൾ ഹരീഷിന് സന്തോഷമാവും, എന്നെ എത്രയും വേഗം കല്യാണം കഴിക്കുകയും ചെയ്യും. ഇതൊന്നും ഹരീഷ് അറിയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി പോകുന്നത് കേട്ടോ. ആ നേരം മുതൽ സുമേഷ് ആലോചിക്കുക, ഇതിനൊരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന്. ജോലി സ്ഥലത്ത് ചെന്നിരുന്നിട്ടും ഒരു രക്ഷയില്ല, ആലോചന തന്നെ. കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രോക്കർ വരുന്നുണ്ട്. ഇവരുടെ കല്യാണമൊക്കെ നോക്കിക്കൊണ്ട് നടന്ന ആ ബ്രോക്കർ തന്നെയാണ് വരുന്നത് കേട്ടോ. ബ്രോക്കർ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം. അപ്പോഴാണ് സുമേഷ് പറഞ്ഞത്, എൻ്റെ കല്യാണക്കാരും ഊർജ്ജമായിട്ടൊന്ന് അന്വേഷിക്കണം. ഇത്രയും നാൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ വേണമെന്ന് എന്താ തോന്നല്? അതല്ല, ഹരീഷ് തന്നെയാണ് കാരണം. ഹരീഷിനെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ കെട്ടിയാലേ കെട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ സുധീഷ് കല്യാണം കഴിച്ചതോ? അവനത് ചെയ്തത് കൊണ്ടാണ് ഇവൻ ഇത്ര നിർബന്ധം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി അവൻ കെട്ടത്തുള്ളൂ എന്ന്. അത് ശരിയാകത്തില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലേ അവൻ്റെ കല്യാണം നടത്തി കൊടുക്കാമല്ലോ. അതിനുവേണ്ടി എത്രയും വേഗം നിങ്ങൾ നല്ലൊരു പെൺകുട്ടി നോക്കി എനിക്ക് കല്യാണം നടത്തി തരണമെന്ന് ബ്രോക്കറോട് പറയാം. അങ്ങനെ ബ്രോക്കർക്ക് പല ഫോൺ കോളുകളും ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ. വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായ കേസും ഒരു കുട്ടിയുള്ള കേസും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ സുമേഷിനോട് ആലോചിക്കാം എന്ന് അവനെ സുമേഷായിട്ട് മുൻകൈ എടുത്തത് കൊണ്ട് ഊർജ്ജമായിട്ട് വിവാഹം നടത്തിയേ പറ്റുള്ളൂ തീരുമാനിച്ചിരിക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്